നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, ഇവിടെ വന്ന് കരയുവാണോ? അല്ല, ഇനിയും നിനക്ക് ഭർത്താവ് സഞ്ജു ആണെന്നുള്ള കാര്യം പറഞ്ഞാലെന്താ? കവിതയെ എങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു തരേണ്ട എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടമുണ്ടാവാൻ പോകുന്നില്ല. നീ തുറന്ന് പറയണം. അത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം. അല്ലെങ്കിൽ അവന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ ചവിട്ടി അരയ്ക്കും. അത് കണ്ട് അവൻ എന്നോട് ഷൗട്ട് ചെയ്യണം. അവൻ അതിന് ധൈര്യം കാണിക്കുന്നില്ലെങ്കിൽ എന്നെ ഭയം അവന്. അവന്റെ കണ്ണുകളിൽ ആ നിസ്സഹായാവസ്ഥ ഞാൻ കണ്ടു. എല്ലാ സത്യവും ഞാൻ അറിഞ്ഞെന്ന കാര്യം നീ അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവന്റെ മൗനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടതെന്താണെന്ന് ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞു. നീ അവനോട് പറ, കവിത ഒരു കുഞ്ഞും അറിയാതെ ഈ രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചോളാന്ന്. പകരം മംഗലശ്ശേരി ഗ്രൂപ്പ് എന്റെ കൈകളിലേക്ക് പൂർണ്ണ അധികാരത്തോടെ വിട്ടുതരാൻ നീ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്നിട്ട് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രഹസ്യബന്ധം തുടരാം. ശ്രീകുട്ടിയെ പരിചരിച്ച് ഇവിടുത്തെ വിശ്വസ്തയായി നിനക്കിവിടെ കഴിഞ്ഞുകൂടാ. ഞാനിത് പുറത്തു വിട്ടാൽ പിന്നെ സഞ്ജു ഉണ്ടാവില്ല. ഫലത്തിൽ ബിസിനസ് എന്റെ കയ്യിൽ തന്നെ വന്നു ചേരും. അവൻ എല്ലാവരുടെ മുന്നിൽ ഒറ്റപ്പെട്ട് നാടുവിടുകയോ ജീവനൊടുക്കുകയോ ചെയ്യുന്നത് നിനക്ക് എങ്ങനെ സഹിക്കാനാവും? താലിച്ചരട് അറ്റുപോവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? സഞ്ജു താലി കെട്ടിയ പെണ്ണെന്ന നിലയ്ക്ക് നിന്നെ ഇവിടുന്ന് ആരും പുറത്താക്കാൻ തയ്യാറാവില്ല. അല്ല, അത് മതിയോ നിനക്ക്? നിന്റെ മകളായി കാണുന്ന ശ്രീദേവിയോ പ്രഭേട്ടനോ നിന്നോട് കനിവ് കാട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ശ്രീകുട്ടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? എല്ലാത്തിനും ഒരു പരിഹാരമേ ഉള്ളൂ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതിനൊപ്പം നീയും അവനും അനുസരണയോടെ ചലിക്കണം. പിന്നെ എനിക്കിതൊക്കെ നിന്നെ കൊണ്ടേ സാധിച്ചെടുക്കാൻ പറ്റൂ. നിന്നെ ഞാൻ കൈവിടില്ല കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് കടന്നു കളയാന്ന് വല്ല ചിന്തയും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കാത്തിരിപ്പൊന്നും വേണ്ടി വരില്ല. എന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ അവനെ ഞാൻ തകർത്തു കളയും. കവിതയെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതല്ല സത്യമെങ്കിലോ? എന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു ആണെന്ന് ഞാൻ കവിതയോട് സമ്മതിച്ചു തന്ന അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയോ? നീ എന്താടി ഇനിയും അത് നിഷേധിക്കാനാണോ ശ്രമിക്കുന്നത്? സത്യം എനിക്കും അദ്ദേഹത്തിനും അറിയാം. ഇനി കവിതയ്ക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് തെളിച്ചു പറ. എന്റെ വിവാഹ ഫോട്ടോ മുഴുവനും കയ്യിൽ വെച്ചിട്ട് എന്തിനെ നീ പറയണമെന്ന് നിർബന്ധം പിടിക്കണം? അതിങ്ങ് കാണിച്ചു തന്നാ പോരെ? എനിക്ക് സമ്മതിച്ചു തരാതിരിക്കാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയണം. അതെപ്പോഴാ പുറത്തു വിടേണ്ടെന്നൊക്കെ എനിക്കറിയാം. അതുവരെ ഞാനും കാത്തിരിക്കാം. പിന്നെ ഒരു സംശയത്തിന്റെ പേരില് ആ മനുഷ്യനിൽ നിങ്ങൾക്കുള്ള വിലയാ നിങ്ങളെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളവർ എത്രക്കാരാണെന്ന് മനസ്സിലാക്കാനും ഞാൻ കാരണം ഒരു അവസരമായി. ഞാൻ ഈ വെല്ലുവിളി സ്വീകരിക്കുകയാണ്. എന്ത് വില കൊടുത്തും കവിത തെളിവുമായി വരും. ആ ഡിക്റ്ററ്റിനെ ഒന്ന് കണ്ടുപിടിക്കണം. എന്താമോ ഇവിടുന്ന് പോകാൻ നിങ്ങൾ അനുവദിക്കണം. അതിന് മാത്രം എന്ത് ധാരണ ഇപ്പൊ നിനക്കുള്ളത്?
ഞാൻ ഇനി ഇവിടെ നിന്ന അതിന്റെ ദോഷം നിങ്ങൾക്കാ. നിങ്ങളുടെ ജീവിതം മാത്രമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം നഷ്ടപ്പെടും. അമ്മയും കൊണ്ട് നിങ്ങൾക്ക് വീട് വിട്ട് തന്നെ പോവേണ്ടി വരും. എന്തൊക്കെയാ പറയുന്ന? ഇതെന്റെ അമ്മയുടെ വീടാ. അമ്മ എവിടെ പോവാനാ? നിങ്ങൾക്ക് ഞാൻ കാരണം എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തും. ദയവ് ഇത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ബിസിനസ് എല്ലാം കൈക്കലാക്കാനുള്ള ശ്രമം കവിത ചേച്ചി തുടങ്ങിക്കഴിഞ്ഞു. അതിന് എന്നെ മറിയൊക്കെ വെച്ചിരിക്കുന്ന. നിങ്ങളോടത് പറയാൻ ആവശ്യപ്പെട്ടിട്ടാ കവിത ചേച്ചി പോയിരിക്കുന്നത്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പുറത്തറിയിക്കുന്ന ആ ഭീഷണി. ഞാനിവിടെ നിന്ന് പോയ കവിത ചേച്ചിയുടെ ആവശ്യം നടക്കാതെ വരും. ഒരു തെളിവില്ലാതെയാ അപ്പച്ചി ഓരോന്ന് പറയുന്ന. നിന്നെ സമ്മർദ്ദത്തിൽപ്പെടുത്തി സത്യം മനസ്സിലാക്കാനുള്ള അപ്പച്ചിയുടെ ശ്രമമാണെന്ന് എത്ര വട്ടം നിന്നോട് ഞാൻ പറയണം? അപ്പച്ചിയുടെ മുമ്പിൽ നീ അടിയറവ് പറയാത്ത കാലത്തോളം അവർക്കൊന്നും നിന്നെ ചെയ്യാനാവില്ല. ദേ, തന്റെ അടുത്തോടെ നേരിടുന്നതിന് പകരം രക്ഷപ്പെട്ടു പോകാനാണോ നീ ശ്രമിക്കുന്നത്? ഒരു വെളിപ്പെടുത്തൽ പോരെ എല്ലാം പുറത്താവാൻ. ഒരു തെളിവും കയ്യിലില്ലാതെ എന്ത് വെളിപ്പെടുത്തൽ അവർ നടത്താൻ പോകുന്ന? നമ്മളത് നിഷേധിക്കണം. നിന്റെ ബന്ധുക്കളൊക്കെ പെരുവണ്ണാപുരം വിട്ടുപോയി. അവരെവിടെയുണ്ടെന്ന് നിനക്ക് അറിയില്ല എന്ന് പറയണം. ഇങ്ങനൊരു സന്ദർഭത്തിൽ നീ കുറച്ച് ധൈര്യം കാണിക്കേ. ഇവിടുന്ന് പോയാൽ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത്? നിന്നൊരു ആപൽഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വന്നവനാ ഞാൻ. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് ഒരു വട്ടമെങ്കിലും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്റെ ജീവിതം ഇനി എങ്ങനെ ആയാൽ തന്നെ മനസ്സിൽ പോലും ഞാനത് ചിന്തിക്കില്ല. അതൊരു മനുഷ്യജീവിയോട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ സൽപ്രവൃത്തിയായിരുന്നു. മനസ്സുകൊണ്ട് പോലും നിന്നെ ഞാൻ ഭാര്യയായിട്ടോ നീ എന്റെ ഭർത്താവായിട്ടോ കണ്ടിട്ടില്ല. നീ ഇവിടെ കാലുകുത്തിയത് സ്വാതിയുടെ അനിയത്തിയായിട്ടാ, അല്ലാതെ ഞാൻ താലി കെട്ടിയ പെണ്ണായിട്ടല്ല. എന്താ ശരിയല്ലേ? അത് തന്നെയാ സത്യം. പ്രാണനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ ഇങ്ങനൊരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അവളെ ശരിക്കും അറിയുന്നത് നീയും ഞാനും മാത്രമാ. ഞാൻ അനുഭവിക്കുന്ന വേദന നിനക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഈ വീട്ടിലുള്ളവർ സ്വാതിയുടെ വിധി അംഗീകരിച്ചു കഴിഞ്ഞു. എനിക്കും നിനക്കും അതിന് കഴിയൂ. സ്വാതിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുമ്പോഴും എന്റെ മനസ്സ് പൊട്ടിപ്പോകുന്നത് നിന്റെ മുമ്പിലാ. എനിക്ക് ആശ്വാസം നീയായിപ്പോ. അത് ഈ താലിമാല കണ്ടിട്ടല്ല, പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നിനക്കുള്ളതുകൊണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.